ഫെമി മുനീർ. ഒരു കൈസഹായം വേണ്ടി വരും. എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട്? വളരെ ഹാപ്പി ആയോ? വിചാരിച്ച പോലെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടാൾക്കാർ ഫാസ്റ്റായിട്ട് ചെയ്തു, വളരെ പെർഫെക്റ്റ് ആയിട്ട് സമയം പറഞ്ഞനുസരിച്ചിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിൽ കാണാമായിരുന്നു രണ്ടാൾക്കാർ. അത് ഇത് ഭംഗിയായിട്ട്. ഇത് അയക്കൂറ അല്ലേ? ഫിഷ് മാത്രമല്ലേ ഉള്ളൂ? ഫിഷ് മാത്രം, ടിപ്പിക്കൽ തലശ്ശേരി സ്റ്റൈലില്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ? ഇതിലിപ്പോൾ മസാല റൈസ് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. റൈസ് ഒരു ഭാഗത്ത്, മസാല ഒരു മസാല പുരണ്ട റൈസ് ഉണ്ട് അല്ലേ ഒരു സൈഡിൽ. നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തപ്പോൾ തന്നെ അതേ കണ്ടില്ലേ? യെസ് കൃഷ്ണ. അപ്പോൾ മസാലയും റൈസും പീസും. ഓക്കെ, പൈനാപ്പിളും ആപ്പിളെല്ലാം ഇട്ടൊരു സാലഡ്. ഇത് ആപ്പിൾ സിഡർ വിനെഗർ ആൻഡ് യോഗട്ട്. മാങ്ങാ ചമ്മന്തി അല്ലേ? ബിരിയാണിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പുതിനയൊക്കെ ഉണ്ട്. കുറച്ച് പുതിന, വെരി നൈസ്. കൊറിയാണ്ടർ ലീവ്സ്. നന്നായിട്ടുണ്ട്. തേങ്ങ ഇടാണ്ട് വെറും പച്ചമാങ്ങ മാത്രം ഇട്ട്. എക്സലന്റ്. പച്ചമാങ്ങ ചമ്മന്തി ഹൈലൈറ്റ്. ഇത് ആപ്പിൾ സിഡർ വിനെഗർ യോഗട്ട്. ആപ്പിൾ സിഡർ വിനെഗർ അതിൽ ചേർത്തിട്ടുണ്ട്. അത് സ്പെഷ്യൽ ഫ്ലേവർ. അതിൽ പൈനാപ്പിൾ, ആപ്പിൾ, ഉള്ളി, പിന്നെ യോഗട്ട് ആൻഡ് ആപ്പിൾ സിഡർ വിനെഗർ. ഗുഡ്, നൈസ്. അത് നല്ലത്. ഇതൊക്കെ എടുത്തു പറയാനായിട്ട് ഈ രണ്ട് കാര്യങ്ങളും, അച്ചാറും ആ ചമ്മന്തി വീണ്ടും കഴിക്കാം. പുതിന വിത്ത് ഇതാണ് കോംബോ. അടിപൊളി.